ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ജ്യോതിഷത്തിലെ കാരകത്വങ്ങളെ എടുത്ത് യൂസ് ചെയ്യാണ് വേണ്ടത്. ഗ്രഹങ്ങളുടെ കാരകത്വം, നക്ഷത്രങ്ങളുടെ കാരകത്വം, രാശിയുടെ കാരകത്വം ഒക്കെ. വരാഹ മിഹിര ആചാര്യൻ ഇത് വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചുരുക്കി ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂയോബി പടുബുദ്ധിബി പടുതിയാം ഹോര പലാജ്ഞത്തെ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ മെയിൻ സബ്ജക്റ്റിലേക്ക് കിടക്കണക്കും ഇൻട്രോ പറഞ്ഞു പോണാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് എന്താ, ആദിത്യദാസ തനയസ്തവാപ്ത ബോധക്കാഭിഷ്ടല സവിതൃലബ്ധവര പ്രസാദ ആവന്തികോ മുനിമദാന്യവലോക സമ്യക് ഹോരാം വരാഹമിഹിരോ രുചിരാം ചകാര എന്ന് പറഞ്ഞു അല്ലെ. വരാഹ മിഹിരൻ ഹോരാശാസ്ത്രം രചിച്ചത് അന്ന് ജീവിച്ചിരുന്ന പല മഹാന്മാരുടെയും ഫിലോസഫേഴ്സിന്റെയും അന്നത്തെ സൈക്കോളജിസ്റ്റുകളുടെയും അസ്ട്രോളജേഴ്സിന്റെയും എല്ലാവരുടെയും വിശദമായിട്ടുള്ള ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ അത്ര ഡീപ്പായിട്ട് പലരിൽ നിന്ന് ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടാണ് ഇത് എഴുതണത്. ഇത് ചുമ്മാ ഒരു കൃതിയുമൊന്നുമല്ല ഹോര. കാര്യം അതിലെ ഓരോ വരികളും അർത്ഥവത്താണ്. അതാണ് ആ ഭുയോബി പടുബുദ്ധിബി പടുതിയാം ഹോര ഫലജ്ഞപ്തയേ ശബ്ദന്യായ സമന്യുതേഷു ബഹുശാസ്ത്രേഷ്ടു ദൃഷ്ടേഷബി ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യ മന്വാമഹം സ്വൽപം വൃത്ത വിചിത്രമർത്ഥ ബഹുലം ശസ്ത്രപ്ലവം പ്രരഭേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഹോര പഠിച്ചില്ലെങ്കിലും ജ്യോതിഷമൊക്കെ നോക്കാൻ പറ്റും. ഇത് എന്ന് പറയുന്ന ഒരു എനർജിയാണ് വരാഹമിഹിരാചാര്യൻ. നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ഹോര വെച്ചിട്ട് അത് തൊകുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളൊരു കാരകത്വം കാണണം, ആ കാരകത്വത്തെ തൊകുക്കാൻ സാധിക്കും. വരാഹമിഹിരാചാര്യൻ ദശാവിഭാഗത്തില് കാരകത്വം ഗുപ്തമായിട്ട് ഉൾക്കൊള്ളിച്ചു വെച്ചേക്കുക. ഇപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് പറയാം. ശുക്രന്റെ കാരകത്വം നമ്മൾ നോക്കുമ്പോ എല്ലാവരുടെയും ലൈഫില് സമ്പത്ത് എന്ന് പറയുന്നത് ശുക്രനാണല്ലോ, പിന്നെ ആസ്തി എന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പൊ സമ്പത്ത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമാണ്. എന്നാൽ ശുക്രന് മറ്റുള്ള പല കാരകത്വങ്ങളും ഉണ്ട് അല്ലെ. ഭൃഗു എന്ന് പറയുന്ന ശുക്രൻ, അത് പല പേരുകള് ഭൃഗുസുത എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമാണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ശുക്രൻ കാന്തവപു സുലോചനനാണ് എന്ന് പറയണം. അപ്പൊ ശുക്ര ആധിക്യമുള്ള ഒരാള് നല്ല മനോഹരമായിട്ടുള്ള ലുക്കുള്ള ആയിട്ട് അവര് പ്രത്യക്ഷത്തിൽ കാണപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ഫീൽഡില്, സിനിമ ഫീൽഡ് ശുക്രന് ആധിക്യമുള്ളവര് ഫിലിം ഫീൽഡിൽ ഉണ്ടാവും. അതായത് ജാതകത്തില് ശുക്രൻ 7ാം ഭാവത്തില് പവർഫുൾ ആയിട്ടുള്ള ഇടവൻ രാശിയില് തുലാരാശിയിലൊക്കെ നിൽക്കുകയാണ്. ലഗ്നത്തിനും ബലമുണ്ടെന്ന് വിചാരിക്കാം. ചൊവ്വ ലഗ്നത്തിലൊക്കെ പവർഫുൾ ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിലൊക്കെ ഫിലിം ഫീൽഡിൽ ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 7ാം ഭാവം ശുക്രൻ ബലമുള്ളപ്പോ ഫിലിം ഫീൽഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല ആളുകളെയും. അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഉണ്ടാവും. ഇനി ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്ന ആളുകളുടെ കേസാണെങ്കിലും വളരെ വളരെ ഈ ഫിലിം ഫീൽഡിൽ ഉള്ള ആളുകൾ വളരെ ഉണ്ടാവും. ഇപ്പോ വൃഷഭ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് ജനിച്ചിട്ട് 10ാം ഭാവത്തിലൊക്കെ വ്യാഴം ശനിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ജാതകങ്ങൾക്കൊക്കെ ഫിലിം ഫീൽഡ് കണക്ഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നാൽ ഇതല്ല, അത് ജാതകത്തിന്റെ ഇതിലേക്ക് പോകുന്നില്ല. അത് കുറെ ഗ്രഹനിലകൾ ഇങ്ങനെ പറയേണ്ടി വരും, നിങ്ങൾക്ക് ഒരു എത്തിപ്പിടിയും കിട്ടില്ല. കാരകത്വം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ശുക്രദശ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അതായത് ഒരു 18 വയസ്സൊക്കെ തുടങ്ങിയിട്ട് ശുക്രദശയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അല്ലെ ശുക്രന്റെ അപഹാരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഫിലിം ഫീൽഡിലേക്ക് ശുക്രൻ ജാതകത്തിൽ പവർഫുൾ ആണ് താല്പര്യം വരും. ഇനി ഇതൊന്നും പോട്ടെ, ഒന്നുമില്ലെങ്കിലും ശുക്രന്റെ കാരകത്വത്തിൽ ഇതെങ്ങനെ അഫക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ശൗക്രിയാം ഗീതരതി പ്രമോദ സുരഭി
ദ്രവ്യാന്നപാനാംബരാം. ശൗക്ര്യം ഗീത രതി പ്രമോദ സുരഭി ദ്രവ്യ അന്ന പാനാംബരാം. സ്ത്രീ രത്ന ദ്യുതി മന്മതോപകരണ ജ്ഞാനേഷ്ടമിത്രാഗമ. സ്ത്രീ രത്ന ദ്യുതി മന്മത ഉപകരണ ജ്ഞാനേഷ്ടമിത്രാഗ്രമ. കൗശല്യം ക്രയ വിക്രയ കൃഷിനിധി. കൗശല്യം ക്രയ വിക്രയ കൃഷിനിധി. പ്രാപ്തി ധനസ്യാഗമോ വന്യ വ്യാധ നിഷാദ ധർമ്മരഹിതൈർ വൈര്യം ശുചസ്നേഹിത. ഇതാണ് ദശാവിഭാഗത്തിൽ പറയണം. ഇതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ തട്ടി മറിച്ചും ചിന്തിച്ചു നോക്കി കഴിഞ്ഞാല് പല സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇതൊന്ന് ഡീകോഡ് ചെയ്താല് ഫിലിം ഫീൽഡിൽ നോക്കിക്കോ നിങ്ങള്. ശുക്രന്റെ കാരകത്തുള്ള ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ്. ശുക്രനും രാഹുവും കേട്ടാ ഫിലിം ഫീൽഡ്. ആ ഫീൽഡേ അങ്ങനെയാണ്. അപ്പൊ ശൗക്രിയം ഗീതരതി ഗീതം. അടുത്ത സംഭവം തൊട്ടാ രതി. രതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാല. പ്രമോദം എക്സ്പോസ് ചെയ്യുക, പ്രമോദിക്കുക. സുരഭി ദ്രവ്യ അന്ന പാന അമ്പരം വസ്ത്രം. അപ്പൊ ശൗക്ര്യം ശുക്രൻ ഗീതരതി പ്രമോദ സുരഭി ദ്രവ്യാന്ന പാനാംബരാം. ഗീതം പാട്ട്, രതി പ്രമോദം സുരഭി ദ്രവ്യവും അന്നവും പാനവും അമ്പരം വസ്ത്രങ്ങളൊക്കെ പല വെറൈറ്റി എക്സ്പോസിംഗ് ആയിട്ടും അല്ലാതെയും പളപളപ്പായിരുന്ന ഡ്രസ്സുകളൊക്കെ. സ്ത്രീരത്നങ്ങളെ കാണാം. ദ്യുതി മന്മതോപകരണം ജ്ഞാനേഷ്ട മിത്രാഗമ. സ്ത്രീരത്നദ്യുതി മന്മതോപകരണ ജ്ഞാനേഷ്ടമിത്രാഗമ. അടുത്തത് കൗശല്യം ക്രയ വിക്രയ കൃഷിനിധി. പ്രാപ്തിർധനസ്യാഗമോ വന്യ വ്യാധ നിഷാദ ധർമ്മരഹിതേ വൈരം ശുചസ്നേഹിത. ഇത് നോക്കിയേ, സ്ത്രീരത്നങ്ങളെ കാണാം. അപ്പൊ ഈ ഫിലിം ഫീൽഡിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ ഇത് മൊത്തം മതി. എന്തൊക്കെ ഫിലിം ഫീൽഡില് ഗീതം ഉണ്ടാവും, രതി ഉണ്ടാവും, പ്രമോദം, അതായത് ഒരാളെ നല്ല ഫേമസ് ആക്കി കാട്ടുക, ഹൈലൈറ്റ് ചെയ്ത് കാട്ടുക. സുരഭി സൗരഭ്യം ഉണ്ടാവും, സൗന്ദര്യത്തിന് വേറൊരു വകഭേദമാണ്. ദ്രവ്യം അന്നം പാനം അമ്പരം. കണ്ടോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അടിയിൽ സിനിമ വെച്ചേക്കണേന്റെ ഒച്ചയൊക്കെ ഒരു സെക്കൻഡ്. ഹലോ ആ കോയിൻസിഡൻസ് ആണ് അത്. അതായത് ഈ കാരകത്വത്തിന്റെ കോയിൻസിഡൻസ് ആണ്. അടിയിൽ സിനിമ വെച്ചിട്ട് നല്ല ഒച്ച. അപ്പൊ സ്ത്രീരത്നങ്ങളെ കാണാം. ദ്യുതി ശോഭ, വെറും സ്ത്രീരത്നമല്ല, ദ്യുതിയുള്ള സ്ത്രീരത്നം എന്ന് വേണമെങ്കിൽ നമുക്ക് അന്വയിക്കാം. മന്മത ഉപകരണം, മന്മത പരിപാടികളിൽ ഏർപ്പെടാൻ. മന്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവന്റെ പരിപാടികളിൽ ഏർപ്പെടാനുള്ള ഉപകരണങ്ങൾ. ഇതിപ്പോ പല ഫിലിം ഫീൽഡിൽ പല പേരുദോഷത്തിനൊക്കെ കാരണം സ്ത്രീരത്നദ്യുതി മന്മതോപകരണം എന്ന് കൂട്ടി വായിച്ചാൽ മതി. ഈ മന്മതോപകരണത്തിന്റെ കൂടെ മന്മതോപകരണ ജ്ഞാനം എന്ന് വേണമെങ്കിൽ കൂട്ടാം, അതല്ലെങ്കിൽ കാവ്യജ്ഞാനം എന്ന് കൂട്ടാം. ഗീതരതി പ്രമോദ സുരഭി ദ്രവ്യ അന്നപാനാംബര സ്ത്രീരത്നദ്യുതി മന്മനോപകരണ ജ്ഞാനം എന്നും ഇടുക. സ്ത്രീരത്നങ്ങളും ഗീതവും ദ്രവ്യ അന്നപാനം എല്ലാത്തിനെയും കുറിച്ച്, ദ്രവ്യങ്ങളെ കുറിച്ച് ജ്ഞാനം വേണം, അന്നപാനങ്ങളെ കുറിച്ച് ജ്ഞാനം വേണം.
അമ്പരം, വസ്ത്രം, കണ്ടിട്ടില്ലേ ഫിലിം ഫീൽഡില് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ആളുകള് അല്ലെ? അപ്പൊ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ജ്ഞാനം വേണം. ഇവിടെ ഈ ജ്ഞാനം എന്നുള്ളത് ശുക്രന്റെ കാരകത്വം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് കണക്ട് ചെയ്ത് പറയുന്നുള്ളൂ. ഇവിടത്തെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്ത് ജ്ഞാനം? കാവ്യ, നൃത്താദി, ഗീതാദികളിലുള്ള ജ്ഞാനം, അഭിനയിക്കാനുള്ള കഴിവ്. മിത്രാഗമ, സുഹൃത്തുക്കളായി വരിക, മിത്രം ആയിട്ട് ആഗമിക്കുക. ആഗമിക്കുക എന്ന് പറഞ്ഞാൽ വരിക, ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടുക. കൗശല്യം, കുറച്ച് കുശലത ഉണ്ടാവും. ഇവിടെയാണ് പ്രശ്നം. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ പലരുടെയും കൗശലത്തിൽ ചെന്ന് പെടും. നേരെ സ്ത്രീരത്നങ്ങൾ കൗശലത്തിൽ പെട്ട് വന്യവ്യാധ നിഷാദ ധർമ്മരഹിതർക്ക് അടിപ്പെട്ട് വൈര്യം വന്ന് പോകുമെന്നൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് എടുത്തോളണം. അപ്പൊ കൗശല്യം ഉണ്ടാവും, ക്രയവിക്രയങ്ങൾ ഉണ്ടാവും, പല കൊടുക്കൽ വാങ്ങലുണ്ട്. അങ്ങാട് കൊടുത്താൽ ഇങ്ങാട് കിട്ടും, അങ്ങാട് കൊടുത്താൽ ഇങ്ങാട് കിട്ടും എന്നുള്ള സംഭവമൊക്കെ ഇവിടെ വരും, ക്രയവിക്രയങ്ങൾ. ഇത് മാത്രമല്ല, ഞാൻ ഫിലിം ഫീൽഡ് തട്ടിച്ച് മാത്രമല്ല പറയണം. ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത് ശുക്രനാണ്. കൃഷി നിധി മുതലായ കാര്യങ്ങള്, കൃഷി ഉണ്ടാവും. നിധി എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷറി. അപ്പൊ കൃഷിനിധി എന്ന് ഉദ്ദേശിക്കുന്നത്, കൃഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫെർട്ടിലൈസ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്, ഉണ്ടാക്കാന്ന അർത്ഥമുണ്ട്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന എടുക്കാം. നിധി എന്ന് പറഞ്ഞാൽ ശേഖരം, വലിയ പണം, ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ പണം എന്ന് വേണമെങ്കിൽ എടുക്കാം. ഫിലിം ഫീൽഡ് നോക്കുമ്പോൾ വലിയ പണമാണ് അതിന് മുടക്കി നേടുന്നത്. പ്രാപ്തി, കൃഷിനിധി പ്രാപ്തി എന്ന് പറഞ്ഞാൽ അത് നേടാനുള്ള കഴിവ്. ധനസ്യാഗമോ, ധനം വരുത്തുവാനുള്ള കഴിവ്, ധനത്തിന്റെ വരവ്. വന്യവ്യാധ, വന്യന്മാരായിട്ടുള്ളവരും വ്യാധന്മാരായിട്ടുള്ളവരും. വന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ആയിട്ടുള്ള, കാട് എന്നുള്ളതല്ല, അന്നേ മുതലേ വേട് വരാഹമിഹിരാചാര്യനെ ഉപയോഗിച്ചു. വന്യം, വൈൽഡ് ലേഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ. വ്യാധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിവിടെ വ്യാധന്മാരൊക്കെ ഉണ്ട് ഇപ്പോഴും സിനിമയില്. നിഷാദ് എന്ന് പറഞ്ഞ കാട്ടുവാസി. വ്യാധം എന്ന് പറഞ്ഞാല് വേട്ടയാടുന്ന ആളുകള്, നിഷാദൻ കാട്ടാളൻ, കാട്ടിൽ താമസിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ. പിന്നെ ധർമ്മരഹിതര്, ഒരു മൊറാലിറ്റി ഇല്ലാത്ത ആൾക്കാര്, ഇതൊക്കെ ഈ ശുക്രന്റെ കാരകത്തുള്ളതിൽ വരും. ഇവരൊക്കെ പെടും. വൈര്യം, ശുചസ്നേഹിത, തമ്മിൽ ശുചസ്നേഹിതന്മാരായിട്ട് തമ്മിലുള്ള വൈര്യം ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ വൈര്യം ഉള്ളവര്. അപ്പോ ഇത് ആളുകളെ കുറിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? പാട്ടറിയാവുന്നവര്, രതി അറിയാവുന്നവര്, ഈ മാർക്കറ്റിംഗ് അറിയാവുന്നവര്, നല്ലോണം മേക്കപ്പ് അറിയാവുന്ന, ബ്യൂട്ടീഷ്യൻ അറിയാവുന്നവര്, സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടല്ലോ, ഈ സ്ഥലമൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിന്റെ സെറ്റ് ഡിസൈൻ ചെയ്യുന്നവര്, അന്നം കൊടുക്കുന്ന കാറ്ററിംഗ് ആൾക്കാര്, അന്നപാനങ്ങള്, അമ്പരം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണവര്, സ്ത്രീരത്നങ്ങള്, അതിൽ അഭിനയിക്കുന്ന സ്ത്രീരത്നങ്ങള്, ദ്യുതി ലൈറ്റിങ് കൊടുക്കുന്ന ആളുകള്, മന്മഥോപകരണങ്ങള്, അതറിയാലോ, മന്മഥ ഉപകരണങ്ങള്, സെക്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകള്, അല്ലെങ്കിൽ പിമ്പുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള ആളുകളും അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ജ്ഞാനം അറിവ് പകർന്നു കൊടുക്കുന്നവര്, കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകള്, മിത്രം, അതായത് ആളുകളെ മിത്രാഗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിങ്ങിനൊക്കെ വിളിക്കൂലേ, അങ്ങനെ കാസ്റ്റിങ്ങിനൊക്കെ വിളിച്ച ആളുകളെ മിത്രമാക്കി മാറ്റുന്നവരൊക്കെ ഉണ്ട് ഈ ഫീൽഡില്. കൗശല്യമുള്ളവര്, ക്രയവിക്രയങ്ങൾ നടത്തുന്നവര്, ഫിനാൻഷ്യൽ ഡീലിങ്സോ എന്ത് ഡീലിങ്സോ ആളുകളെ ഡീലിംഗ് ചെയ്യുന്ന എല്ലാം നടത്തുന്നവര്. കൃഷി, ഹാർവെസ്റ്റ് ചെയ്യുക, ഇത് വെച്ചിട്ട് പണം ഇറക്കിയിട്ട് പ്രൊഡ്യൂസർമാരൊക്കെ ഇല്ലേ, കൃഷി നീതിയുള്ളവര്. ധനസ്യാഗമം, ധനത്തെ മൊത്തത്തിൽ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളൊക്കെ ഇല്ലേ, എല്ലാത്തിനെയും കൂടി കളക്ട് ചെയ്തിട്ട് ആ ധനത്തെ ഉണ്ടാക്കുന്ന ആളുകള്. വന്യന്മാര്, വൈൽഡ് ആയിട്ടുള്ള ആളുകൾ. വ്യാധന്മാര്, ഒരു മൊറാലിറ്റിയും ഇല്ലാണ്ട് ഈ പറയുന്ന ഹണ്ടേഴ്സ് എന്ന് പറയില്ലേ, ഹണ്ട് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾ. നിഷാദന്മാര്, കാട്ടാളത്വമുള്ള ആളുകള്. ഒരു മൊറാലിറ്റി ഇല്ലാത്ത ആൾക്കാര്. വൈര്യമുള്ളവര്, സ്നേഹിതന്മാരെ തമ്മിൽ തന്നെ തെറ്റിക്കുന്ന ആള്. ഇങ്ങനെയൊക്കെയുള്ള എത്രയും ആളുകൾ ഇതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ മേഖലയായ ഗീതം ഉണ്ടാവും, രതി ഉണ്ടാവും, പ്രമോദം ഉണ്ടാവും, സുരഭി ഉണ്ടാവും, ദ്രവ്യം ഉണ്ടാവും, അന്നം ഉണ്ടാവും, പാനം ഉണ്ടാവും, സ്ത്രീരത്നങ്ങൾ ഉണ്ടാവും, ദിതി, മന്മഥോപകരണങ്ങൾ, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരെ ഈ ഫീൽഡായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇത് ഈ ഫീൽഡിനെ മാത്രം പറയണമല്ല കേട്ടോ,
ശുക്രന്റെ കാരകത്വം മാത്രമാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ശുക്രന്റെ കാരകത്വമുള്ള ഫീൽഡിൽ ഇതൊക്കെ ഉണ്ടാവും. ഇത് എവിടെയൊക്കെ ശുക്രന്റെ കാരകത്വം ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ശുക്രന്റെ കാരകത്വം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ സാധനങ്ങളൊക്കെ വന്നുവിടും. അപ്പൊ സപ്പോസ് ഫിലിം ഫീൽഡിൽ ഒരു സ്ത്രീ ചെല്ലുകയാണെങ്കിൽ അവൾക്ക് സ്വാഭാവികമായിട്ട് അവൾ ശുക്രന്റെ കാരകത്വത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. ആക്ച്വലി ശുക്രൻ, അവളുടെ ശുക്രനെ സംബന്ധിച്ച് മുന്നത്തെ വീഡിയോ പറഞ്ഞ മാതിരി രാഹു കേതു, ശുക്രൻ രാഹു പ്ലസ് കേതു ഓർ ചൊവ്വ ഓർ ഗുളികൻ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ ഫീൽഡിൽ ചെല്ലുമ്പോൾ ഈ ഫീൽഡിൽ നിന്ന് ഇവർക്ക് കിട്ടാൻ പോണത് വന്യന്മാരായിട്ടുള്ള കണക്ഷൻ, വ്യാധന്മാരായിട്ടുള്ള കണക്ഷൻ, നിഷാദന്മാരായിട്ടുള്ള കണക്ഷൻ. കാരണം വന്യം, വ്യാധം, നിഷാദം ചൊവ്വയാണ്. ധർമ്മരഹിതൻ എന്ന് പറഞ്ഞ രാഹുവാണ്. വൈര്യം എന്ന് പറഞ്ഞാൽ കേതുവാണ്. ഇതൊക്കെ കിട്ടും. അപ്പൊ ഒരു ജാതകത്തില് ഒരു സ്ത്രീ ഒരു ഫിലിം ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ജാതകം നോക്കട്ടെ. ഞാൻ പലരുടെയും എന്റെ അടുത്ത് വന്ന് നോക്കിയാൽ പലരും ഫിലിം ഫീൽഡ് ഉണ്ട് കേട്ടോ. എന്റെ സ്ഥലം ആലുവയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പല ഫേമസ് ആയിട്ടുള്ള ആളുകൾ എന്റെ അടുത്ത് വന്ന് നോക്കിയിട്ടുണ്ട് ഒരു സമയത്ത്. ഇപ്പൊക്കെ അവര് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട് ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഈ ശുക്രന്റെ കൂടെ രാഹു കേതു ചൊവ്വ ഗുളികൻ ഉണ്ട്. ഇവരുടെ ദശാപഹാരങ്ങൾ വരെയാണെങ്കിൽ ഫിലിം ഫീൽഡിൽ പോണ സമയത്ത് അവർ മാട്ടും. മാട്ടുന്ന ഞാൻ പറയണത് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് കാരകത്വ കണക്ഷൻ വരുന്നത് വന്യന്മാരായിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും, വ്യാധന്മാരായിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും, നിഷാദന്മാരായിട്ടുള്ള ആൾക്കാരായിട്ട്, ധർമ്മരഹിതർ. കാര്യം ഈ ശുക്രനോട് കമ്പൈൻ ചെയ്തിട്ട് വന്നാൽ ഇതിനെ ആയിരിക്കും ഇവർ ആകർഷിക്കുക. ഒരു വ്യക്തിക്ക് ഏത് അപഹാരം വരുന്നുവോ ആ അപഹാരത്തിനോട് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ അവരിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ ഒരു ഗ്രഹത്തിന്റെ ദശ, ഇത് ദശ പറയണതാണ്, ആ ദശയിൽ ആകർഷിക്കപ്പെടും എന്ന് മനസ്സിലാക്കണം ഹോര ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഹോരശാസ്ത്രി വരാഹമിരാജനെ ചുരുക്കി പറയുന്നുള്ളൂ. അപ്പൊ ശുക്രന്റെ കൂടെ ഓരോ ഗ്രഹങ്ങൾ യോജിച്ച് ചേർന്നുണ്ട് ഇതുവരെ. ഇപ്പൊ ശുക്രന്റെ കൂടെ ശുക്രൻ തന്നെ ചേർന്നെങ്കിൽ ഗീതമൊക്കെ കിട്ടും, രതിയൊക്കെ കിട്ടും, പ്രമോദം കിട്ടും. അങ്ങനെ ഓരോ ഗ്രഹം ചേർന്നാലും ഓരോരോ ഫലങ്ങളായിട്ടും കിട്ടണം. പക്ഷെ ചൊവ്വ ചേർന്ന് കഴിഞ്ഞാൽ നിഷാദന്മാർ വൈൽഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ വരും. അവര് നമ്മൾ നിഷാദനം വേട്ടയാടി പിടിച്ച് ഉപയോഗിക്കാൻ സാധ്യത കൂടും. എന്നാൽ ഒരാൾ ഫിലിം ഫീൽഡിലേക്ക് കടന്നു വന്ന സമയത്ത് ശുക്രന്റെ അപഹാരം അല്ലെങ്കിൽ ഈ അപഹാരങ്ങൾ വരാതെ ഇരിക്കെ ശുക്രന്റെയോ വ്യാഴത്തിന്റെയോ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, വ്യാഴത്തിന് സൂര്യ സൗമ്യ സിതാവരി എന്ന് പറഞ്ഞ ശുക്രനോട് വിരോധമാണെങ്കിലും സൗമ്യാർക്കി സുഹൃതോ സമ കുജഗുരു ശുക്രസ് ശേഷാവരി. അപ്പൊ ശുക്രന് വ്യാഴ അത്ര പ്രശ്നക്കാരനല്ലാത്തത് കൊണ്ട് ശുക്രൻ ദശയില് വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഒക്കെ ചന്ദ്രന്റെ പോലും അപഹാരമൊക്കെ വരുന്ന സമയത്ത് രാഹുവിന്റെ അപഹാരം ഉത്തമ സ്ഥാനത്തിരുന്നിട്ട് ഒന്നും ടച്ച് ചെയ്യാതെ നിൽക്കുന്ന 3, 6, 10, 11 നിൽക്കുന്ന രാഹു ആണെങ്കിൽ ശുക്രന്റെ അപഹാരത്തിലൊക്കെ ഇവരെ ഈ ഫീൽഡിൽ ഹൈലൈറ്റ് ചെയ്ത് ഇവരെ രക്ഷിക്കും. ഈ ശുക്രൻ നിൽക്കുന്നതും പവർഫുൾ ആയ സ്ഥലത്തായിരിക്കണം, മറഞ്ഞു നിൽക്കരുത്. 6-ാം ഭാവം 12-ാം ഭാവം 8-ാം ഭാവമായിട്ട് ശുക്രൻ കണക്ഷൻ വരാനേ പാടില്ല. ബാധയായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പോയി ആ ഫീൽഡിലേക്ക് ചെല്ലണ സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അപ്പൊ പണി കിട്ടും. കാര്യം എന്താ, ചെന്ന് ചെയ്തതിന് ശേഷം വരുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും കുഴപ്പങ്ങളൊക്കെ വന്നു പെടാനുള്ള സാധ്യത വരും. അപ്പൊ ഒരു ഗ്രഹം ജാതകത്തിൽ നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് പറയാൻ പറ്റും. പലരുടെയും ജാതകം നോക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിലിം ഫീൽഡിൽ പോകാനുള്ള സാധ്യതയുണ്ട്, പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എത്തിപ്പെട്ടിട്ടുണ്ട് ഫിലിം ഫീൽഡിൽ. അപ്പൊ അതിന്റെ കാര്യം അവരുടെ ജാതകത്തിൽ ശുക്രൻ മാത്രമാണോ? അല്ല. ഒരു ജാതകത്തില് ബുധൻ പവർഫുൾ ആണെങ്കിൽ ഈ ഹാസ്യ നടന്മാര്, ഹാസ്യ നടികള്, കുറച്ചൊരു ക്യാരക്ടർ വേഷം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബുധന്റെ കാരകത്തുള്ളവരും ആ ഫീൽഡിലേക്ക് എത്തും. ശുക്രന്റെ നോട്ടം ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ, ശുക്രന്റെ ഡിഗ്രിയും ബുധന്റെ ഡിഗ്രിയും ഒരേ ലെവലിലൊക്കെ ആണെങ്കിലൊക്കെ എത്തും. അപ്പോൾ അതതിന്റെ ടെക്നിക്കൽ സൈഡ്. അപ്പോൾ ഒരു കാരകത്വം ദശാവിഭാഗത്തിലാണ് അതിന്റെ എഫക്റ്റ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് വരാഹമിഹിരാചാര്യൻ കാരകത്വം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഇത്തരത്തിൽ പറഞ്ഞത്. കാരകത്വം എങ്ങനെ അനുഭവപ്പെടുന്ന അറിയാൻ വേണ്ടി ഒരു ശ്ലോകം. അപ്പൊ ശുക്രന്റെ കാരകത്വം വരുന്ന സമയത്ത് നെഗറ്റിവിറ്റി വന്നപ്പോഴാന്ന് പറഞ്ഞാല് റോങ് ആയിട്ടുള്ള ഗ്രഹ ചേർക്കെ, റോങ് ആയിട്ടുള്ള അപഹാരങ്ങൾ. ഇപ്പൊ ശുക്രദേശയില് സൂര്യാപഹാരം കാലപ്പക ഉണ്ടാക്കും. കാലപ്പക ഉള്ള സമയത്ത് കാര്യം പോക്കാം.
സൂര്യശരി ശുക്രന ഭാരം ഉണ്ടാക്കും. നിങ്ങൾക്ക് അറിയാം കാലപ്പക. നിങ്ങൾ തമിഴ് അസ്ട്രോളജിക്ക് ഉള്ളവർക്കാണെങ്കിൽ അറിയാം, അല്ലാത്ത കേരള അസ്ട്രോളജിയിൽ അറിയാൻ സാധ്യത തുലവും വിരളമായിരിക്കും കാലപ്പക. എന്തായാലും ഇത് വേറൊരു കോൺസെപ്റ്റാണ്. അപ്പൊ പീഡനമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പീഡനത്തിൽ പെടുവോന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്വന്തം ജാതകം കൊടുത്ത് നോക്കിയാൽ മതി. ഈ ഫീൽഡിലേക്ക് പോണേക്ക് മുമ്പ് വല്ല പണി കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജാതകം നോക്കിക്കൊണ്ട് പോവുക. അപ്പൊ കെയർഫുൾ ആയിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആ ഫീൽഡിൽ വിജയിച്ചവരുടെ ജാതകം കൊടുത്ത് നോക്കിയാൽ ശുക്രനൊക്കെ വളരെ പവർഫുൾ ആയിരിക്കും, അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാവും. ഈ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഈ ഫീൽഡിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർ ഈ ഫിലിം ഫീൽഡ് ഇത് അടിപൊളി മസാല കിടു ഇതൊക്കെ പറഞ്ഞേക്കല്ലേ. ഇതാ ഗീത, രതി, മന്മഥോപകരണം, ഇതൊക്കെ പറഞ്ഞേക്ക. ഇത് കോമ്പിനേഷൻ എല്ലാ ഒരു എനർജി, ഒരു ഗ്രഹത്തിന്റെ എനർജി ഉണ്ടെങ്കിൽ അതിൽ നല്ലതും ചീത്തവുമായിട്ടുള്ള അതിനോട് കണക്ട് ചെയ്ത സാധനങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അതിനെ കാരക സങ്കലനം, ആ കാരകങ്ങളുടെ സങ്കലനം വരാഹ മിഹിരാചാര്യൻ കറക്റ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത്രയും പഠിച്ചിട്ട് ആവന്തികോ മുനി മതാന്നി അവലോക സമ്യക്ക് ഹോരാം വരാഹമിഹിരോ രുചിരാം ചകാര എന്ന് ഹോരാശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞുള്ള അത്രയും ഡീകോഡ് ചെയ്തിട്ടാണ് ഇത് എഴുതിയേക്കണത്. ഇതിന്റെ ഒക്കെ വൃത്തം വേറെ ലെവലാണ്. ഇതിന്റെ പറയുന്ന വൃത്തം, ഈ പറയുന്ന വൃത്തം പോലും, ഇതിന്റെ ഓരോ ആ വരികളുടെ വൃത്തം പോലും വളരെ ബഹുവ്രീഹി പോലുള്ള സമാസങ്ങളൊക്കെ പലയിടത്തും ഉപയോഗിച്ചിട്ടാണ് ഈ പദ്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമാണ്. ഇനി ബാക്കിയുള്ള അതിന്റെ കാരകത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ ദശാവിഭാഗ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കൂടിയാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.